ജിമിനായിട്ട് ഒരു പെൺകുട്ടി വഴക്കിടുന്നോ? അവൻ ആരാണെങ്കിലും എനിക്കെന്താ? അവന്റെ വിചാരം എന്താ? അവൻ വലിയ ഡോണാണെന്നാണോ? എക്സ്ക്യൂസ് മീ, ഈ പ്ലസ് ടു ഈ ബിൽഡിംഗ് തന്നെയാ? ആണോ? അല്ല നിങ്ങളോ? ഞാനും ഇവിടെ തന്നെയാ. അല്ല ഇയാള് പുതിയ അഡ്മിഷൻ ആണോ? അതെ. പേരെന്താ? ലൂസി. എന്റെ പേര് മിയ. കൊള്ളാലോ, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള നെയിം അല്ലേ? പേര് മിയ ആണെങ്കിലും എല്ലാരും വിളിക്കണതേ മിയാവ് മിയാവെന്നാ. നീയും കൂടെ അങ്ങനെ വിളിക്കില്ല കേട്ടോ. ഹേയ് ഇല്ല. അല്ല ക്ലാസ്സിലെ ടീച്ചർമാരെ വന്നോ? ഹേയ് ഇല്ല ഇല്ല, അവര് വരാനുള്ള ടൈം ഒന്നും ആയിട്ടില്ല. എനിവേ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്നാ വാ നമുക്ക് ഇനി ക്ലാസ്സിലുള്ള ബാക്കിയുള്ളവരെയൊക്കെ പരിചയപ്പെടാം. ഓക്കേ. നോക്കൂ ലൂസി, നീ ഇപ്പോ എനിക്ക് കൈ തന്ന ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ പോലെ ആരും ചേച്ചനും കൊടുക്കരുത് കേട്ടോ. കാരണം ഈ ക്ലാസ്സിൽ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ആരും തന്നെ ഇല്ല. നീയാ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതുകൊണ്ടാ വന്നപ്പോ തന്നെ നിന്നെ ഞാൻ പിക്കപ്പ് ചെയ്തേ. ഓക്കേ ഓക്കേ, ഇതാണ് നമ്മുടെ ക്ലാസ്. വൗ, ഇനി ഞാൻ ഓരോരുത്തരായിട്ട് നിനക്ക് പരിചയപ്പെടുത്തി തരാം. ആരും ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുത്തുന്നില്ല, അതുകൊണ്ടാട്ടോ. ഓക്കേ. അല്ല എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണോ? അങ്ങനെ ചോദിച്ചാ ഞാൻ ഒഴികെ ഒരാളും ഫ്രണ്ട്ലി ആയിരിക്കത്തില്ല. അതെന്താ മിയ? അതൊക്കെ പതിയെ പറഞ്ഞുതരാന്നേ. ആദ്യം ഞാൻ നിനക്ക് ഓരോരുത്തരായിട്ട് പറഞ്ഞുതരാം. ഓക്കേ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആ ബാക്കിലുള്ള 4 ടീംസ് ഇല്ലേ, ഗേൾസ് ആണോ? അതെ അതെ. അയലെ ആ ഫസ്റ്റത്തെ ഷോർട്ട് ഹെയർ ഇല്ലേ, അവളെ പേര് ടിയ. അതിന്റെ അടുത്തുള്ള റെഡ് ഹെയർ ഇല്ലേ, അവളെ പേര് ഏഞ്ചൽ. അവളെ തൊട്ടടുത്ത് സ്കൂൾ പിള്ളേരെ പോലെ രണ്ട് ഭാഗത്ത് മുടി കെട്ടിയിരിക്കുന്നില്ലേ, അവളെ പേര് റോസി. അതിന്റെ അപ്പുറത്തും ഒരു കേളിയിട്ട് ഷോർട്ട് ഹെയർ ഇല്ലേ, അവളെ പേര് മോണ. പിന്നെ ദേ ഫ്രണ്ടില് രണ്ടെണ്ണല്ലേ, അതിലെ ഫസ്റ്റ് കുത്തിരിക്കുന്ന ആ പാമ്പ് തൂങ്ങിയ എസ്റ്റേലുള്ള പെണ്ണില്ലേ, അവളെ പേര് ജൂഹി. അവളെ തൊട്ടടുത്ത് ഒരു ബ്ലൂ ഹെയർ ആയിട്ട് ഒരു പെണ്ണിരിക്കുന്നില്ലേ, അവളെ പേര് തേജ. ഇപ്പൊ എല്ലാരും പേര് മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി ഇവർ ഓരോരുത്തരുടെ ക്യാരക്ടർ ഞാൻ പറഞ്ഞുതരാം. ബാക്കിൽ കുത്തിരിക്കുന്ന ആ 4 ഗേൾസ് ഇല്ലേ, അവര് ഒരാളോട് കമാന്ന് അക്ഷരം ഉണ്ടാൻ വരത്തില്ല. കോളേജിൽ വരുന്നു, പഠിക്കുന്നു, പോന്നു. അവര് 4 പേരും ഒരു ഗ്യാങ് ആണ്. അവര് 4 പേരും ഒരു ഹോസ്റ്റലിൽ പഠിക്കുന്നേ, അതുകൊണ്ട് ബാക്കിയുള്ളവരൊന്നും അവരെ കൂടെ കൂട്ടത്തില്ല. ഇനി ആ ഫ്രണ്ടിലിരിക്കുന്ന രണ്ടെണ്ണം, അവരാണ് ഇവിടുത്തെ മെയിൻ. അതെന്താ? ആ ബ്ലൂ ഹെയർ ആയിട്ടുള്ള തേജല്ലേ, അവള് ഇവിടുത്തെ പ്രൊഫസറിന്റെ ഫ്രണ്ടിന്റെ മോളാ. ഓഹോ, തേജന്റെ കൂടെ നടക്കുന്ന വാലാട്ടിയാണ് ഈ ജൂഹി. തേജ് എന്ത് പറയുന്നു അതേ ജൂഹി കേൾക്കത്തുള്ളൂ. ആണോ? അല്ല അപ്പൊ നീ ഇതിലേത് ടീമിലാ? ബെസ്റ്റ്. ഞാനേ ഈ 2 ടീമിൽ പെടാത്ത ഒരാളാ. അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞേ, എനിക്ക് ഈ ക്ലാസ്സിൽ ബെസ്റ്റ് ആയിട്ട് ആരില്ലെന്ന്. അതുകൊണ്ടാ നീ വന്നപ്പോ തന്നെ നിന്നെ ഞാൻ പിക്കപ്പ് ചെയ്തേ. ഇനി നീ ഞാനായിരിക്കും ഒരു ടീം. എന്തേ, ഓക്കേ അല്ലേ? ഡബിൾ ഓക്കേ. പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. പക്ഷേ അത് ഇവിടെ നിന്ന് പറഞ്ഞ ശരിയാത്തില്ല. നമുക്ക് ഇന്റർവെൽ അടിക്കുമ്പോ പുറത്തു പോയി സംസാരിക്കാം. ഓക്കേ? ഓക്കേ മിയ. ഇനി അടുത്തത് ഞാൻ ബോയ്സിനെ പരിചയപ്പെടുത്തി തരാം. ആ ബാക്കിലിരിക്കുന്ന 4 പയ്യന്മാരില്ലേ, അതിലെ ഫസ്റ്റ് വണ്ണില്ലേ, അവന്റെ പേര് ക്രിഷ്. സെക്കൻഡ് വണ്ണിന്റെ പേര് ജയ്സൽ. പിന്നെ ആ പിങ്ക് ഹെയർ ഇല്ലേ, അവന്റെ പേര് റിയോ. അതിന്റെ തൊട്ടടുത്തല്ലേ, അവന്റെ പേര് മാക്സ്. മാക്സോ? മാക്സ് മാത്രമല്ല കേട്ടോ, കൂടെ എന്തുണ്ട്, ഞങ്ങളെല്ലാരും അവന് മാക്സ് മാക്സ് എന്ന് വിളിക്കില്ലേ. അതുകൊണ്ട് തന്നെ ഒറിജിനൽ നെയിം എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ശരി. ഇനി ഇവന്മാരെ പരിചയപ്പെടുത്താം. അതെന്താടി, ഞങ്ങൾക്ക് വായില്ലേ? ഞങ്ങൾക്കറിയാം ഞങ്ങളെ പരിചയപ്പെടുത്താൻ. എന്റെ പേര് റോബിൻ. എന്റെ പേര് ലിയോ ജോസ്. എല്ലാരും ലിയോന്ന് വിളിക്കില്ലേ. സെയിം ടു യു. എന്നാ ശരി, നിങ്ങൾ വർക്ക് കണ്ടിന്യൂ ചെയ്തോ. ഞാനേ അവർക്ക് ബാക്കിയുള്ളതൊക്കെ പരിചയപ്പെടുത്തട്ടെ. ഓക്കേ. ആ റോബിനും ലിയോ ഇല്ലേ, അവര് മാത്രം ആ കൂടെ കമ്പനി അടിക്കാൻ വരുന്നേ. വേറെ ആരും നമ്മളോട് ഇങ്ങോട്ടേക്ക് മിണ്ടാൻ വരത്തില്ല. നമ്മൾ അങ്ങോട്ട് മിണ്ടാൻ പോയാലോ അവരൊട്ടും മിണ്ടത്തില്ല. അതുകൊണ്ട് ഇവിടെ ഫ്രണ്ട്സ് ആവാൻ പറ്റിയ ആൾക്കാര് അവന്മാര് തന്നെയുള്ളൂ. ആണോ? അല്ല ഞാനും ശ്രദ്ധിച്ചായിരുന്നു. വന്നപ്പോ മുതല് പുതിയ കുട്ടിയാണോ പേരെന്താണെന്നും ആരും അന്വേഷിച്ചതേ ഇല്ല. എല്ലാരും കാണാത്ത മട്ടിലാ നിക്കുന്നേ. അതെങ്ങനെയാ? സ്കൂൾ ഡേയ്സ് മുതല് ഞാൻ ഇവറ്റങ്ങൾ കൂടെ തന്നെയാ. പക്ഷെ ഇന്ന് വരെ ഒരെണ്ണം എന്നോട് മിണ്ടാനും വന്നിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോയോടത്തോളം അവരെന്നോട് മിണ്ടാൻ വരത്തില്ല. അപ്പൊ പിന്നെ എന്തിനാ പോണെന്ന് കരുതി ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇവന്മാരെ കൂടെ ഇടക്കിടക്കൊക്കെ മിണ്ടും. അങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നതാ. ഇനി അങ്ങനെയല്ലല്ലോ, ഇനി നിനക്ക് കൂട്ടായിട്ട് ഞാൻ ഉണ്ടാവും. താങ്ക്സ് ലൂസി. അല്ല എല്ലാരെയും പരിചയപ്പെടുത്തി, ഇവിടുത്തെ ടീച്ചേഴ്സിനെ ഒന്നും പരിചയപ്പെടുത്തിയില്ലല്ലോ. ടീച്ചേഴ്സോ? എനിക്ക് സ്റ്റാഫ് റൂം വരെ ഒരു ആവശ്യത്തിന് പോകാനുണ്ട്. നീയും കൂടെ വാ. അവിടെ പോയിട്ട് ഞാൻ ടീച്ചേഴ്സിനൊക്കെ പരിചയപ്പെടുത്തി തരാം. ഓക്കേ. എന്നാ വാ, ബെല്ലടിക്കണ മുന്നേ നമുക്ക് പോയി വരാം. ഓക്കേ. അല്ല ഏതാ ആ പുതിയ അവതാരം? ആർക്കറിയാടി? അവളൊരു വലിഞ്ഞ മോന്തിയും അതിൽ പ്രത്യേകിച്ചും ആ ഹെയർ സ്റ്റൈൽ കാണുമ്പോ തന്നെ ഇറിറ്റേഷൻ ആവാ. വിട്ടേക്ക് തേജ, തട്ടിയും മുട്ടിയും ജീവിച്ചു പോയിക്കോട്ടെന്നേ. പിന്നെ ജൂഹി, നാളത്തെ ഡേ എന്താന്ന് അറിയാലോ? പിന്നെ അറിയണ്ട്, നാളെ എന്റെ തേജന്റെ ഡേയാ. നാളത്തെ പ്രിൻസസ് എന്റെ തേജ ആയിരിക്കും. ഐ ആം റിയലി എക്സൈറ്റഡ്. അല്ല തേജ, നിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ജിമിൻ വരുന്നുണ്ടോ? പിന്നെ വരാണ്ട്. ഇതൊന്ന് ചോദ്യ ജൂഹി. ഹി ഈസ് മൈ ബോയ്ഫ്രണ്ട്. അപ്പൊ പിന്നെ അവൻ വരാണ്ടിരിക്കും.
എന്റെ പപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ജിമിന്റെ പപ്പ. സോ ഞങ്ങളെ ഫാമിലിക്കുള്ളിലും നല്ല ഫ്രണ്ട്സാ. അപ്പൊ പിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്ത അവൻ ഒരിക്കലും റിജക്ട് ചെയ്യത്തില്ല. കാരണം ചെറുപ്പം മുതലേ ഞാനും അവനും ഒരുമിച്ചല്ലേ കളിച്ചും ചിരിച്ചും വളർന്നത്. അല്ലെങ്കിലും എന്നോട് ക്രഷ് ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ എനിക്ക് അങ്ങോട്ട് അങ്ങനെ തോന്നാൻ കാരണം. ഈ ജന്മത്തില് ജിമിന് ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ തേജ മാത്രമായിരിക്കും. ഒരുത്തിനെയും അവന്റെ ലൈഫിൽ കടത്തിവിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണേ. അവൻക്ക് മുകളിലെ ആരുണ്ടാവരുതെന്നാ അവന്റെ ചിന്താപ്പാട്. ഈ കോളേജിലെ ഗേൾസ് മുഴുവനും അവന്റെ വൈത്താലിയാ. നിനക്കറിയോ? ഇവർക്കൊക്കെ വട്ടാണോ? അല്ല, അതിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ജിമിനെ ആരാണെങ്കിലും ഒന്ന് നോക്കി പോയല്ലോ. അമ്മാരി ഹാൻസം അല്ലേ, അതുകൊണ്ടായിരിക്കണം. ഓഹോ, അപ്പോ ഈ പറയുന്ന ജിമിനോട് നിനക്ക് ക്രഷ് ഉണ്ടായിരിക്കും അല്ലേ? അയ്യോ, എനിക്ക് അങ്ങനെ ഉണ്ടെന്നല്ല, ഞാൻ ബാക്കിയുള്ളൊരു കാര്യം പറഞ്ഞേ. എനിക്ക് അങ്ങനത്തൊന്നുമില്ല. ഇനിയിപ്പോ എന്ത് വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാ. പക്ഷേ ആകെ കൂടെ ഉള്ളൊരു വിഷമം എന്ന് പറഞ്ഞാ നിന്നായിട്ട് ഇത്ര അടുത്തല്ലോ. ഇനിയിപ്പോ നിന്നെ വിട്ട് പിരിയണത് ആലോചിക്കുമ്പോ ചെറിയൊരു സങ്കടം, അത്രേ ഉള്ളൂ. ഏയ്, അതിനങ്ങനൊന്നും സംഭവിക്കത്തില്ലടി. ഞാനുണ്ട് നിന്റെ കൂടെ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നേ. പിന്നൊരു കാര്യം, ആ തേജല്ലേ നമ്മൾ ക്ലാസ്സിലുള്ള, അവള് ജിമിന്റെ ഡാഡിന്റെ ഫ്രണ്ടിന്റെ മോളാ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ പ്രൊഫസറിന്റെ ഫ്രണ്ടിന്റെ മോളാന്ന്. അത് മാത്രല്ല, കുറെ ആൾക്കാരൊക്കെ പറയണ കേട്ടായിരുന്നു ജിമിന്റെ ഗേൾ ഫ്രണ്ട് കൂടിയാണ് ഈ തേജാന്ന്. അതിൽ സത്യം ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും എനിക്ക് അറിഞ്ഞ കാര്യം നിന്നോട് പറഞ്ഞതാ. ഓ, അവരാരെങ്കിലൊക്കെ ആവട്ടെ, എനിക്കിപ്പോ ആ കൂടെയുള്ള പേടി ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്നാ. എന്തായാലും പേടിക്കണ്ട, നീ പറഞ്ഞ പോലെ വരുന്നിടത്ത് വെച്ച് കാണാം. അതത്രേ ഉള്ളൂ. എന്നാ വാ, നമുക്ക് ലൈബ്രറിയിൽ പോയിരിക്കാം. എന്തായാലും സ്റ്റാഫ് റൂമിൽ പോയോണ്ട് സാർ ലീവാന്ന് അറിഞ്ഞ്. ഇനിയിപ്പോ വെറുതെ നിന്ന് സമയം കളയണ്ടല്ലോ, ലൈബ്രറിയിലെങ്കിലും കുറച്ചേരം ഇരിക്കാലോ. വാ. എടാ ജിമിൻ, നിനക്ക് എന്താ പറ്റിയേ? രാവിലെ മുതലേ ആ കൂടെ മൂഡ് ഓഫ് ആണല്ലോ. നീ ക്യാമ്പിൽ പോലും തീരെ ആക്റ്റീവ് അല്ലായിരുന്നു. നിനക്ക് എന്താ പറ്റിയേ? ജിമിൻ, ഞാൻ സംസാരിക്കണേ നിനക്ക് കേൾക്കുന്നുണ്ടോ? എടാ പറയടാ, എന്താ പറ്റിയേ? നീ എന്തിനാ ഇപ്പൊ ഇത്ര ദേഷ്യപ്പെടുന്നേ? എന്താ കാര്യം? എന്തേ, ആരെങ്കിലും ഏറ്റ് വഴക്കിട്ടോ? നീ ഒന്ന് എന്റെ കൂടെ പ്ലസ് ടു വരെ വന്നേ. പ്ലസ് ടുവിലേക്കോ? അല്ല, അങ്ങോട്ട് എന്തിനാ? ഓ, തേജനെ കാണാനാണോ? അല്ല, കാര്യം അറിഞ്ഞാലേ നീ വരത്തുള്ളോ? എടാ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്നാ വാ. ജിമിൻ, എന്തേ? അത് പിന്നെ മോർണിംഗ് നടന്നതൊന്നും മനസ്സിൽ വെക്കല്ല കേട്ടോ. അവക്ക് നിന്നെ കുറിച്ച് അറിയാത്തോണ്ടാ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞേ. അവളോട് നീ ഒന്ന് ക്ഷമിക്കട്ടോ. അല്ല, രാവിലെ മുതല് അവക്ക് വക്കായത്ത് വാങ്ങാൻ വേണ്ടി കുറെ ആയല്ലോ നീ ശ്രമിക്കുന്നേ. ആരവള്? നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ? അതിനെ കൊണ്ടാണോ ഇത്രയ്ക്കും കെയർ എടുക്കുന്നേ? അയ്യോ, അല്ല അല്ല, അവളെന്റെ സിസ്റ്ററാ. സിസ്റ്ററോ? കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. സത്യം പറ, അവള് നിന്റെ ആരാ? ജിമിൻ, ഞാൻ സത്യമായിട്ട് പറയുന്നേ. അവള് എന്റെ അമ്മന്റെ അനിയത്തിന്റെ മോളാ. എന്റെ അനിയത്തിയാ. ജിമിൻ, എന്താ ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമായില്ലേ? ഓ, അവള് നിന്റെ ആരും ആയിക്കോട്ടെ, എനിക്കിപ്പോ എന്താ? നീ വഴിന്ന് മാറ്.